ബംഗാളിൽ കഴിഞ്ഞ തവണ 2021 ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലമായിരുന്നു നന്ദിഗ്രാം. അവിടെ ഏറ്റുമുട്ടിയത് മമതാ ബാനർജിയും BJP-യുടെ നേതാവായ സുബേന്ദു അധികാരിയുമായിരുന്നു. ഇത്തവണ സമാനമായ മത്സരം, പക്ഷേ സ്ഥലം നന്ദിഗ്രാമല്ല, മറ്റൊരു മണ്ഡലമാണ് ഭവാനിപ്പൂർ. വെസ്റ്റ് ബംഗാളിലെ ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് ഭവാനിപ്പൂർ. ഇവിടെ ഏറ്റുമുട്ടുന്ന മമതാ ബാനർജിയും BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ സുബേന്ദു അധികാരിയാണ്. 2021 നന്ദിഗ്രാമിൽ നിന്നും മമതയെ കെട്ടുകെട്ടിച്ച് അതേ സുബേന്ദു അധികാരി ഭവാനിപ്പൂരിൽ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ സംഘർഷഭരിതമാകുകയാണ് ഭവാനിപ്പൂർ. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പ്രസംഗിച്ചു കൊണ്ടിരുന്ന വേദിക്ക് അടുത്ത് ഒരു 100 മീറ്റർ അകലെയായി സുബേന്ദു അധികാരിയുടെ റാലി കടന്നു വരുന്നു. റാലി കടന്നു വരുമ്പോഴേക്ക് തന്നെ അത് വലിയ ബഹളമായി മാറുന്നു. അതിനുശേഷം അവിടെ ചെറിയ രീതിയിൽ സംഘർഷം നടക്കുന്നു. മമത രോക്ഷാകുലിയായും വയലന്റ് ആയിക്കൊണ്ട് മമത പറഞ്ഞ കാര്യം, ഈ സുബേന്ദു അധികാരിയുടെ റാലിയിൽ ഉപയോഗിക്കുന്ന ഉച്ചഭാഷണി പോലും തനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദി വിടുകയായിരുന്നു. തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ BJP-യുടെ റാലിക്ക് നേരെ മാർച്ച് നടത്തുകയും ഇരുവിഭാഗവും തമ്മിൽ പൊരിഞ്ഞ തല്ല് നടക്കുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടതുകൊണ്ട് അനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. ഏതായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഒന്നാം ഘട്ടം പോലെയല്ല, രണ്ടാം ഘട്ടം മമതയുടെ തട്ടകത്തിലാണ് ഈ മത്സരങ്ങൾ ഏറെയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സംഘർഷത്തിന് സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഭവാനിപ്പൂർ മമതയുടെ മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ്. ഇവിടെ മമതയെ മുൻപ് തോൽപ്പിച്ച് അതേ സ്ഥാനാർത്ഥി തന്നെ വീണ്ടും വന്നു നിൽക്കുന്നു. BJP അവരുടെ സർവ്വസന്നാഹങ്ങളുമായിട്ടുള്ള പ്രചരണമാണ്. BJP ഇവിടെ തല്ലിലൊട്ടും പിന്നോക്കമല്ല. 2021 മറ്റും കണ്ട BJP അല്ല നമുക്കിപ്പോൾ വെസ്റ്റ് ബംഗാളിൽ കാണാൻ കഴിയുന്നത്. കിട്ടിയ തല്ലിനെ തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. അതായത് മുൻകാലങ്ങളിലൊക്കെ ഒരു സൈഡ് മാത്രമാണ് തല്ലെങ്കിൽ ഇത്തവണ രണ്ട് സൈഡിലും തല്ലുകാരുണ്ടല്ല, തല്ലുന്നവരുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് വ്യക്തമാകണം. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടം സംഘർഷഭരിതമാകുമെന്ന് തന്നെയാണ് സൂചന. ന്യൂസ് ഡെസ്ക് മലയാളം.